നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 6ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ യൂണിറ്റായ ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ആക്ടിവിറ്റി സോൾവിങ്ങും പിന്നെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അരികിലെത്തുന്നതാണ്. താങ്ക് യു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് 5ാമത്തെ യൂണിറ്റ് ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കാം. നമുക്ക് നേരെ പഠിക്കാനുള്ള പോർഷനിലേക്ക് കടക്കാം. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദി എർത്ത് ബിലീവ്സ് ടു റിയാലിറ്റി, അതായത് ഭൂമിയുടെ ആകൃതി, ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിൻ്റെ ഷേപ്പ് ആകൃതി എന്ന് പറയുന്നത് ബിലീഫ് വിശ്വാസം എന്തായിരുന്നു, റിയാലിറ്റി വസ്തുത എന്തായിരുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എർത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് പല ആൾക്കാരും പല തത്വചിന്തകന്മാരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ അതിൽ ഓരോന്നായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് തെയിൽസ് എന്ന് പറയുന്ന ഒരു ആരാണ് ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള തെയിൽസിൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. The concept of a spherical earth was first put forward by the Greek philosopher Thales in the 7th century BCE. BC 7th സെഞ്ചുറിയിൽ 7ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഫിലോസഫർ, ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമി ഒരു ഗോളാകൃതിയാണ്, സ്ഫെറിക്കൽ ഷേപ്പാണ് ഭൂമിക്ക് എന്നുള്ള കാര്യം എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആരാണ്? തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചത്. ആരാണ് അദ്ദേഹം? ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. ഈ തെയിൽസ്. എന്നാണ് അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? BC 7th സെഞ്ചുറിയിൽ. However, he believed that the sphere floated on water. പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്താണ്? ഈ നമ്മുടെ ഭൂമിയിലെ ഈ ഭൂമി എന്ന് പറയുന്ന ആ ഒരു ഗോളാകൃതിയിലുള്ള സ്ഫിയർ എങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു, ഫ്ലോട്ടഡ് ഓൺ വാട്ടറിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചു. ഭൂമിക്ക് ഗോളാകൃതിയാണ്, എന്നിരുന്നാൽ തന്നെയും ഈ ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഗോളമാണ് എന്നും അദ്ദേഹം വിശ്വസിച്ചു. ആരാണ്? തെയിൽസ്, ഗ്രീക്ക് ഫിലോസഫറായ. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ആളെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായല്ലോ. തെയിൽസിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഭൂമിയുടെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്, പക്ഷേ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഗോളമാണ്, സ്ഫിയറാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈത്തഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ഗ്രീക്ക് തത്വചിന്തകരായ പൈത്തഗോറസും അരിസ്റ്റോട്ടിലും ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു, എന്ന ഒരു ആശയം മുന്നോട്ട് വച്ചു. ദ പീരിയഡ് സോ ന്യൂമറസ് ഒപ്പോസിഷൻസ് അഗൈൻസ്റ്റ് ദിസ് വ്യൂ. എന്നാൽ ഈ കാഴ്ചപ്പാടിനെതിരായിട്ട്, ഈ ഒരു വ്യൂവിന് എതിരായിട്ട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, ആ പീരിയഡിൽ. ദ പീരിയഡ് സോ ന്യൂമറസ് ഒപ്പോസിഷൻ, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ പീരിയഡിൽ. എന്തിനെക്കുറിച്ച്? അഗൈൻസ്റ്റ് ദിസ് വ്യൂ, ഈ ഒരു വ്യൂവിന് അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിന് എതിരായിട്ട്. ലേറ്റർ പിന്നീട് കോപ്പർനിക്കസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദിസ് കൺസെപ്റ്റ്. കോപ്പർനിക്കസ് ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ പിന്താങ്ങുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആരൊക്കെയായിരുന്നു? പൈത്തഗോറസ്, അരിസ്റ്റോട്ടിൽ, കോപ്പർനിക്കസ്. ഈ 3 പേരെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പൈത്തഗോറസും അരിസ്റ്റോട്ടിലുമാണ് എന്ത് പറഞ്ഞത്? ഭൂമിക്ക് സ്ഫെറിക്കൽ ഷേപ്പാണ് എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അതിനെ എതിർത്തിരുന്നു. എന്നാൽ കോപ്പർനിക്കസ് ഈ ഒരു ആശയത്തോട് ശക്തമായിട്ട് പിന്താങ്ങി, അല്ലേ? ശക്തമായിട്ട് പിന്താങ്ങി. നെക്സ്റ്റ് പറയുന്നത് ആര്യഭട്ട എന്ന് പറയുന്ന ആരാണ്? ദ ഇന്ത്യൻ അസ്ട്രോണമർ, ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ഇന്ത്യൻ അസ്ട്രോണമർ ആയിരുന്നു ആര്യഭട്ട. സ്ട്രോങ്ലി ബിലീവ്ഡ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ടു ബി സ്ഫെറിക്കൽ. സ്ട്രോങ് ആയിട്ട്, അതായത് ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നു. എന്താണ് വിശ്വസിച്ചിരുന്നത്? എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്, ഗോളാകൃതിയാണ് എർത്തിനുള്ള ഷേപ്പ് എന്ന് വിശ്വസിച്ചിരുന്നു. പിന്നെന്താണ്? ആൻഡ് ദാറ്റ് ഇറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സസ്. അതുമാത്രമല്ല, എർത്ത് സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ, സാങ്കല്പിക ഇമാജിനറി ആക്സസിൽ, അതായത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വിശ്വസിച്ചിരുന്നു.
അപ്പോൾ ഇന്ത്യൻ അസ്ട്രോണമറായ ആര്യഭട്ട എന്താണ് വിശ്വസിച്ചിരുന്നത്? ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ട വിശ്വസിച്ചിരുന്നത് എന്താണ്? എർത്തിന് സ്പെറിക്കൽ ഷേപ്പാണ്. ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ടു ബി സ്പെറിക്കൽ. എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. പിന്നെ എന്താണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്? ആൻഡ് ദാറ്റ് ഇറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അത് അതിൻ്റെ ഇമാജിനറി ആക്സിസിൽ അല്ലെങ്കിൽ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആരാണ്? ഇന്ത്യൻ അസ്ട്രോണമറായ ആര്യഭട്ട. നെക്സ്റ്റ് പറയുന്നത് ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്കു ശേഷം മെഗല്ലൻസ് വോയേജ് റൗണ്ട് ദ വേൾഡ് പ്രൂവ് ദാറ്റ് ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ. മെഗല്ലൻ എന്ന് പറയുന്ന ഒരു നാവികൻ അല്ലേ, മെഗല്ലൻ എന്ന് പറയുന്ന നാവികൻ്റെ യാത്ര, വോയേജ് റൗണ്ട് ദ വേൾഡ്, ലോകം ചുറ്റിയുള്ള യാത്ര എന്ത് ചെയ്തു? പ്രൂവ് ദാറ്റ്, തെളിയിച്ചു, ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ, എർത്ത് സ്ഫെറിക്കലാണ് അല്ലെങ്കിൽ എർത്തിന് ഗോളാകൃതിയാണുള്ളത് എന്നുള്ളത് തെളിയിച്ചു. അപ്പോൾ എർത്തിന് ഗോളാകൃതിയാണെന്ന് പ്രൂവ് ചെയ്തത് ആരാണ്? മെഗല്ലനാണ് കേട്ടോ. അടുത്ത പറയുന്നത് സർ ഐസക് ന്യൂട്ടൺ പ്രൂവ് ദാറ്റ് ദ എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഐസക് ന്യൂട്ടൺ പിന്നീട് പ്രൂവ് ചെയ്തു എന്താണ്? എർത്തിന് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല ഉള്ളത്. ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ. വളരെ സ്ലൈറ്റായിട്ട് കുറച്ച് ഫ്ലാറ്റ് ചെയ്ത പോൾസ് എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ കുറച്ച് ഫ്ലാറ്റ് ചെയ്ത പരന്നതും പിന്നെന്താണ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ ഭാഗം കുറച്ച് ബൾജ് ചെയ്തതുമായിട്ടുള്ള ഒരു ഷേപ്പാണ് എർത്തിനുള്ളത് എന്നാണ് ആര് പറഞ്ഞത്? ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. സർ ഐസക് ന്യൂട്ടൺ എന്താണ് പറഞ്ഞത്? എർത്തിന് കറക്റ്റായിട്ടൊരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല ഉള്ളത്, പോൾസിൽ കുറച്ച് ഫ്ലാറ്റ് ചെയ്ത ഒരു ഷേപ്പും, ഫ്ലാറ്റ് എന്ന് വെച്ചാൽ പരന്ന ഒരു ഷേപ്പും, പിന്നെന്താണ് മിഡിൽ പോർഷനിൽ, ഭൂമിയുടെ മിഡിൽ പോർഷൻ കുറച്ച് ബൾജ് ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതുമായിട്ടുള്ളൊരു ഷേപ്പാണ് ഭൂമിക്കുള്ളത് എന്ന് സർ ഐസക് ന്യൂട്ടൺ പിന്നീട് പറഞ്ഞു. The spherical shape of the earth which is slightly flattened at the poles and bulged at the equator is known as geoid. അതായത് ഈ എർത്തിൻ്റെ ആ ഒരു ഷേപ്പിന് നമ്മൾ ഒരു പേര് പറയും. അതായത് ഈ പറഞ്ഞില്ലേ പോൾസിൽ ഫ്ലാറ്റൻഡും പിന്നെ അതിൻ്റെ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ ഇക്വേറ്ററിൽ എന്താണ് ബൾജ് ചെയ്തതും പുറത്തേക്ക് ഉന്തിയതുമായിട്ടുള്ള ഈ ഒരു ഷേപ്പിന് പറയുന്ന പേരാണ് ജിയോയിഡ്. GOID, ജിയോയിഡ് എന്ന് പറയും. ദ വേർഡ് ജിയോയിഡ് മീൻസ് എർത്ത് ഷേപ്ഡ്, എർത്തിൻ്റെ ആകൃതി എന്നുള്ളൊരു പേരാണ്. എർത്ത് ഷേപ്ഡ് എന്നുള്ള മീനിങ് ആണ് ജിയോയിഡ് എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത്രയും നമ്മൾ ഈ പറഞ്ഞ അത്രയും പോർഷനിൽ നിന്നുള്ള നമ്മുടെ വിക്ടേഴ്സ് ക്ലാസ്സിൽ ഇന്നത്തെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെങ്കിൽ പട്ടിക പൂരിപ്പിക്കുക. കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ച തെയിൽസ്, പൈത്തഗോറസ്, ആര്യഭട്ട, ഐസക് ന്യൂട്ടൺ ഇവരുടെ അഭിപ്രായത്തിൽ എർത്തിൻ്റെ ഷേപ്പ് എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്കിനി ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തെയിൽസിൻ്റെ കൺസെപ്റ്റ്, ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച്, ഷേപ്പ് ഓഫ് ദി എർത്തിനെ കുറിച്ച് തെയിൽസിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. തെയിൽസ്, ദ കൺസെപ്റ്റ് ഓഫ് സ്ഫെറിക്കൽ എർത്ത്, അതായത് എർത്തിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? തെയിൽസാണ് കേട്ടോ. തെയിൽസാണ് ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ് എന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആൻഡ് ബിലീവ് ദാറ്റ് ദിസ് സ്ഫിയർ ഫ്ലോട്ടഡ് ഓൺ വാട്ടർ. പിന്നെ അദ്ദേഹം എന്ത് വിശ്വസിച്ചിരുന്നു? അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഈ സ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു ഗോളം ഫ്ലോട്ടഡ് ഓൺ വാട്ടറിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഗോളമാണ് ഭൂമി എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ തെയിൽസിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് സ്ഫെറിക്കൽ എർത്ത്, ഗോളാകൃതിയിലുള്ള ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായി മുന്നോട്ട് വെച്ചത് തെയിൽസ് ആയിരുന്നു. ആൻഡ് ബിലീവ് ദാറ്റ്, പിന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്താണ്? ദിസ് സ്ഫിയർ ഫ്ലോട്ടഡ് ഓൺ വാട്ടർ, വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കുന്നു, ഈ ഒരു ഗോളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചു. നെക്സ്റ്റ് നമ്മൾ മലയാളം മീഡിയംകാർക്കുള്ളതാണ്. ഗോളാകൃതിയിലുള്ള ഭൂമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു. തെയിൽസ് ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. മാത്രമല്ല ഈ ഗോളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്തൊക്കെയാണ്? ഭൂമിക്ക് ഗോളാകൃതിയാണുള്ളത്, മാത്രമല്ല ഈ ഗോളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചു. മനസ്സിലായല്ലോ? അടുത്തത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പൈത്തഗോറസിനെ കുറിച്ചാണ്. പൈത്തഗോറസ് എന്താണ് ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത്. പൈത്തഗോറസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. പൈത്തഗോറസ് സ്ഥാപിച്ചു അല്ലെങ്കിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടുകൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. എർത്ത് എന്ന് പറയുന്നത് ഗോളാകൃതിയാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു പൈത്തഗോറസ്. ഓക്കെ,
പൈത്തഗോറസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. എർത്ത് സ്ഫെറിക്കൽ ഷേപ്പാണ്, അല്ലെങ്കിൽ എർത്തിന് ഗോളാകൃതിയാണ് ഉള്ളത് എന്ന് സ്ഥാപിച്ചു. ആരാണ്? പൈത്തഗോറസും പിന്നെ ഒരാളും കൂടി ഉണ്ട്, അരിസ്റ്റോട്ടിലും. പൈത്തഗോറസും അരിസ്റ്റോട്ടിലും ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്താണ്? ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഭൂമി ഗോളാകൃതിയാണ് എന്ന് സ്ഥാപിച്ചു. ആരാണ്? ഹു എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്? പൈത്തഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പൈത്തഗോറസ് എന്താണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്? ഭൂമി ഗോളാകൃതിയിലാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഭൂമി ഗോളാകൃതിയിലാണെന്ന് സ്ഥാപിച്ചു. ആര്? പൈത്തഗോറസ്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് ആര്യഭട്ട. ആര്യഭട്ട ആരാണ്? നമ്മുടെ ഇന്ത്യൻ അസ്ട്രോണമറാണ് ആര്യഭട്ട. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ്? എർത്ത് സ്പിൻസ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. എർത്ത് ഭൂമി സ്വയം അതിൻ്റെ എന്താണ് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നു, സ്വയം കറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എർത്ത് സ്പിൻ ചെയ്യുക എന്ന് വെച്ചാൽ സ്വയം കറങ്ങുക, സ്വയം കറങ്ങുന്നു. എവിടെ? ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്, അതിൻ്റെ സ്വന്തം സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. എർത്ത്, അതാണ് പറഞ്ഞത്. എർത്ത് സ്പിൻസ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. ഇനി എൻ്റെ മലയാളം താഴെ പറഞ്ഞിട്ടുണ്ട്. ആര്യഭടൻ എന്താണ്? ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അടുത്തത് ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജസ് ഇൻ ദ മിഡിൽ. അതായത് എർത്തിന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല ഉള്ളത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഐസക് ന്യൂട്ടൺ കണ്ടെത്തി. എന്താണ്? എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. എർത്ത് കറക്റ്റായിട്ട് യഥാർത്ഥത്തിൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് എന്ന് വെച്ചാൽ ധ്രുവപ്രദേശങ്ങളിൽ ഇത് കുറച്ച് ഫ്ലാറ്റൻഡ് എന്ന് വെച്ചാൽ പരന്ന ഒരാകൃതിയാണുള്ളത്. ആൻഡ് ബൾജസ് ഇൻ ദ മിഡിൽ. പിന്നെ അതിൻ്റെ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, മധ്യഭാഗം, എർത്തിൻ്റെ മധ്യഭാഗം കുറച്ച് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ആകൃതിയാണ് എർത്തിനുള്ളത്, ഭൂമിക്കുള്ളത്. അപ്പോൾ എന്താണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞത്? എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. എർത്തിന് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ടുള്ള ഒരു ഗോളാകൃതി അല്ല ഉള്ളത്. എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. പിന്നെയോ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിൽ ഇത് സ്ലൈറ്റ്ലി കുറച്ച് ഫ്ലാറ്റൻഡ് പരന്ന ഒരു ഷേപ്പാണുള്ളത്. ഇത് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും ആൻഡ് ബൾജസ് ഇൻ ദ മിഡിൽ പോർഷൻ, ആ എർത്തിൻ്റെ മിഡിൽ ഭാഗം, മധ്യഭാഗം അല്പം ബൾജ് ചെയ്തിട്ടുള്ളതും, അതായത് പുറത്തേക്ക് കുറച്ച് ഉന്തി നിൽക്കുന്നതുമായ ആകൃതിയാണ് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഭൂമി യഥാർത്ഥത്തിൽ ഗോളാകൃതിയിലല്ല. ഗോളാകൃതിയല്ല ഭൂമിക്ക് യഥാർത്ഥത്തിൽ. ധ്രുവപ്രദേശങ്ങളിൽ ചെറുതായി പരന്നതും, ധ്രുവപ്രദേശങ്ങളിൽ കുറച്ച് പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ആകൃതിയാണ്. എന്നാൽ ഭൂമിയുടെ മധ്യഭാഗം കുറച്ച് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് അല്ലെങ്കിൽ വീർത്തതുമായിട്ടുള്ള ഒരു ആകൃതിയാണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത് ആര്? നമ്മുടെ ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി തീർന്നു. അടുത്ത തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ യൂണിക് ഷേപ്പ് ഓഫ് ദി എർത്ത്. എന്താണ് ഭൂമിയുടെ ആകൃതി എന്താണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ആകൃതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ്. എന്താണ്? ജിയോയിഡ് ആണ് ഭൂമിയുടെ ആകൃതി. വാട്ട് വാസ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? ജിയോയിഡ്. സ്പെല്ലിംഗ് നോക്കിക്കൊള്ളണം. GEOID ആണ് ജിയോയിഡിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി ഷേപ്പ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ആകൃതിയുടെ സവിശേഷത എന്താണ് എന്ന് വ്യക്തമാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. നോക്കാം. The spherical shape of the earth, which is slightly flattened at the poles and bulged at the equator, is known as geoid. അതായത് എർത്തിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്, ഗോളാകൃതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് എന്ന് വെച്ചാൽ ധ്രുവപ്രദേശങ്ങളിൽ കുറച്ച് ഫ്ലാറ്റൻഡ് പരന്നതും ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശം അല്ലെങ്കിൽ മധ്യഭാഗത്ത് അല്പം ബൾജ് ചെയ്തിട്ടുള്ളതും വീർത്തതുമായ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു ആകൃതിയാണ് ഉള്ളത്. അതിനെയാണ് ഇസ് നോൺ ആസ് ജിയോയിഡ്. ആ ഒരു ആകൃതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്തിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസിൽ ധ്രുവപ്രദേശങ്ങളിൽ കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളതും പരന്നതും
ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ആകൃതിയാണ് ഇസ് നോൺ ആസ് ജിയോയിഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ദ വേർഡ് ജിയോയിഡ് മീൻസ് എർത്ത് ഷേപ്ഡ്. അതായത് ജിയോയിഡ് എന്ന ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? എർത്ത് ഷേപ്ഡ്, ഭൂമിയുടെ ആകൃതി എന്നുള്ളതാണ്. ഭൂമിയുടെ ആകൃതി എന്നുള്ള മീനിങ് ആണ് ജിയോയിഡ് എന്ന വാക്കെന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? എർത്ത് ഷേപ്ഡ്, ഭൂമിയുടെ ആകൃതി. മനസ്സിലായല്ലോ? ഇനി മലയാളം മീഡിയംകാർക്ക് ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത്. എന്താണ് ഭൂമിക്കുള്ളത്? എങ്ങനെയുള്ള ആകൃതിയാണ്? ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും എന്നാൽ മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഒരു ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത്. ഇതിനെ ജിയോയിഡ് എന്ന് പറയുന്നു. ഈ ഒരു ആകൃതിയെ നമ്മൾ എന്ത് പേരാ പറയുന്നത്? ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നുള്ളതാണ്. ജിയോയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി. മനസ്സിലായല്ലോ? പിന്നെ ഈ യൂണിറ്റിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു. ഭൂമിയുടെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ഭൂമിയുടെ ചുറ്റളവ് എത്രയാണെന്ന് പറഞ്ഞു? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്ററാണ് ഭൂമിയുടെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പഠിച്ചു. പിന്നെ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ഗ്രീക്കുകാരനാരാണ്? ഇറാത്തോസ്തനീസ്.